രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. അബിൻ വർക്കി, ഒ.ജെ. ജനീഷ്, ബിനു ചുള്ളിയോട്, കെ.എം. അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, നേരത്തെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൽ തന്നെ അബിൻ വർക്കിയുടെ പേരിനാണ് മുൻതൂക്കം എന്ന തരത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ്? അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലും തീരുമാനവും എന്താണ്? സലീം മാലിക്. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് അബിൻ വർക്കിയുടേത്. അബിൻ വർക്കിക്ക് താൽക്കാലികമായെങ്കിലും അധ്യക്ഷ ചുമതല നൽകാനാണ് നിലവിൽ സാധ്യതയുള്ളത്. പക്ഷേ അതിനൊപ്പം തന്നെ മറ്റു ചില പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. ഈ ബിനു ചുള്ളിലിൻ്റെ പേര് പരിഗണിക്കുന്നത് അത് കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗമായി തന്നെ ആ നിലയിൽ ബിനു ചുള്ളിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് സമീപ ദിവസങ്ങളിലാണ് ബിനു ചുള്ളിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് പാർട്ടിയിൽ നിലവിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിനു ചുള്ളിയലിനെ താൽക്കാലികമായ ഒരു ചുമതല നൽകാനുള്ളൊരു നീക്കം ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിന് വലിയ പിന്തുണ നിലവിൽ ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ മറ്റ് ചില പേരുകൾ കൂടി കെ.എം. അഭിജിത്തിൻ്റെയും ഒ.ജെ. ജനീഷിൻ്റേതുമാണ്. ഒ.ജെ. ജനീഷും ഈ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യമായ വോട്ട് വിഹിതം ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് ഒ.ജെ. ജനീഷ്. അങ്ങനെയാണ് ഒ.ജെ. ജനീഷിൻ്റെ പേര് പരിഗണിക്കുന്നത്. കെ.എം. അഭിജിത്തിൻ്റെ പേര് പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിമാരുടെ പട്ടികയിലേക്ക് കെ.എം. അഭിജിത്തിൻ്റെ പേര് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഏറ്റവും അവസാന നിമിഷമാണ് കെ.എം. അഭിജിത്തിനെ പട്ടികയിൽ നിന്ന് വെട്ടിയത്. അതിന് പിന്നാലെ തന്നെ വലിയ തർക്കങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും പല പ്രധാനപ്പെട്ട നേതാക്കളും കെ.എം. അഭിജിത്തിന് സ്ഥാനം നൽകാത്തതിൽ എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു. അതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ അഭിജിത്തിനെ ഉൾക്കൊള്ളാം എന്നൊരു ഉറപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കെ.എം. അഭിജിത്തിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കണം, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഒഴിവ് വന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും കെ.എം. അഭിജിത്തിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 പേരുകൾ സജീവമായി പരിഗണിക്കുകയാണ്. നാളെയോടുകൂടി തന്നെ താൽക്കാലിക അധ്യക്ഷനെയെങ്കിലും പ്രഖ്യാപിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിന് നിലവിൽ കെ.പി.സി.സിയുടേതുൾപ്പെടെയുള്ള അനുവാദം വേണം. കെ.പി.സി.സിക്കും ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനെ ഒരു പേരറിയിക്കും. ആ പേര് ദേശീയ നേതൃത്വം കൂടി അംഗീകരിക്കുന്നതാണെങ്കിൽ നാളെയോടുകൂടി സംസ്ഥാന അധ്യക്ഷനായി തന്നെ നിയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ അബിൻ വർക്കിയുടേതല്ലാത്ത മറ്റേത് പേര് വന്നാലും വലിയ തർക്കത്തിനു കൂടി സാധ്യതയുണ്ട്. അബിൻ വർക്കിയുടേതിന് തർക്കമുണ്ടാകില്ല എന്നല്ല, പക്ഷേ അബിൻ വർക്കിയുടെ പേരാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചട്ടമുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ മുൻകാലങ്ങളിലെ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന പ്രസിഡന്റ് ആണെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനം മാറിയാൽ തൊട്ട് താഴെ വോട്ട് വിഹിതം നേടിയ ആൾ എന്ന നിലയിലാണ് അബിൻ വർക്കിയെ തിരഞ്ഞെടുക്കാൻ കഴിയുക. പക്ഷേ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് വന്നാൽ അത് ഏത് മാനദണ്ഡത്തിലാണ് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ വലിയ തർക്കത്തിലേക്ക് വീണ്ടും ഒരു പ്രതിരോധത്തിലാകുന്ന യൂത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോകണോ എന്നതുൾപ്പെടെയുള്ള ആലോചനയുമുണ്ട്. എങ്കിലും തർക്കങ്ങളൊന്നുമില്ലാതെ തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം കടക്കുന്നത്. റിജിത്ത്.